ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണല്ലോ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും. ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അരിഞ്ഞത്. ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ വഴറ്റില്ല എടുക്കുന്നത്, വേവിച്ചാണ് ആദ്യം എടുക്കുന്നത് വെജിറ്റബിൾസ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട്, കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഇതൊന്ന് ഒരു 3 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കാണെങ്കിൽ അത് ചൂടായി വരുമ്പോഴത്തേക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, കരിവേപ്പില ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. സവാളയൊന്നും ഒരുപാട് വേണ്ട ആവശ്യമില്ല ഈ സമൂസ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് വാടി വന്നാൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെരുംജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇതിൻ്റെ പച്ചമുളകൊന്നും ചെറുതായിട്ട് മാറി വരണം. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് സെറ്റായി വരട്ടെ. സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കുറച്ചിട്ട് കൊടുത്താൽ മതിയും. അതിൻ്റെ പച്ചമണം എടുത്തറിയാം. അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയും പച്ചമണം മാറി വരണം. അങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കാണെങ്കിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. കാരണം ചെറിയൊരു വെള്ളമയത്തിൻ്റെ അംശം ഇതിലേക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത് മാറാനായിട്ടാണ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ തീ വെച്ചിട്ട് വേണം ഇതിടാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം ബീട്രൂട്ടിന് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ, അപ്പോൾ അത് ചെറുതായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. തീ വളരെ ചെറുതായിട്ട് ഇട്ടാൽ മതിയാവും. നമ്മുടെ സമൂസ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആവണം. ആദ്യത്തെ ആ ഒരു ഇപ്പോഴത്തെ ഇതും കണ്ട ഈ ഒരു പാകം ആവണം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം ഇത് മടക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ മസാലൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചൊന്നും ഫില്ലിങ്സ് വെക്കണ്ട, കുറച്ച് വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മൈദ മാവ് കലക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് തേച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചിലർക്ക് സമൂസ ലീഫ് മടക്കാൻ കുറച്ച് പാടായിരിക്കും, സെറ്റ് ആവില്ല. പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ മടക്കിയെടുക്കാം. നമ്മളെല്ലാം മടക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ ഒരുപാട് കൂട്ടിയിട്ട് ഓയിൽ അധികം ചൂടാകാൻ പാടില്ല. മീഡിയം പരുവത്തിൽ തീ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് സമൂസ ലീഫിൻ്റെ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം തീ ഇട്ടാൽ മതിയാവും. തിരിച്ച് മറിച്ചിട്ട് നമുക്കിതെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ തന്നെ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഓരോരുത്തരും ഓരോരോ ടേസ്റ്റിലാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.